ബ്ലൂ ഒന്ന് തൊട്ട് കാണിച്ചേ. ബ്ലൂ. യെസ്. നല്ല ക്യാൻഡീസ് പോലെ ഉണ്ടേ. ക്യാൻഡീസ് അല്ല, മറ്റേ പോപ്പിൻസ്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഐസ് ഹോം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കളറൊക്കെ കലക്കി ഫോയിൽ പ്ലേറ്റ്സിൽ നിറച്ച് വെച്ചിട്ടുള്ള വെള്ളം എന്താ ബ്രിക്സ് ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതാണിത്. പുറത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ 3-4 ദിവസം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രിക്സുകളെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമ്മുടെ ഐസ് വീടിൻ്റെ പണി അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ അതെ, രാവിലെ നമ്മൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും പരിപാടി തുടങ്ങാൻ പോവാണ്. അതെ, ഇന്നലെ രാത്രി ഞങ്ങൾ കുറച്ച് ബ്രിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏവക്കുട്ടി അവിടെ സാഷ്ടാംഗം പ്രണമിച്ചതുകൊണ്ട് ആരും കണ്ടില്ലെന്ന് ഉണ്ടോ. വാവ്, നോക്കി നിൽക്കേവക്കുട്ടാ, നിൽക്കടാ. ഏവക്കുട്ടി തന്നെ വരച്ച് മാറ്റുവാ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഷ്റൂം പോലത്തെ ഹൗസാണ്. മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ സ്ക്വയറിലല്ലായിരുന്നു ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം റൗണ്ടിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഇഗ്ലൂ പോലെ വന്നിട്ട് ഒരു വീട് പോലെ തോന്നും. അപ്പോൾ വീടിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കൊരു വട്ടം വരച്ചെടുക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഐസ് വീട് ഇതുപോലെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കളേഴ്സ് ഒക്കെ ആയിരുന്നു. മാത്രമല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് കളേഴ്സും ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വെച്ചത് നല്ല ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ തന്നെയാണെങ്കിലും ബ്രിക്സ് റെഡി ആകുന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയി. എല്ലാം ഫെയ്ഡ് ആയിട്ടില്ല, ചിലതൊക്കെ മാത്രം. എന്താ കണ്ടില്ലേ, ബ്ലൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ റൗണ്ടൊക്കെ വരച്ചതാ നമ്മൾ ബ്രിക്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളിത് അപ്പുറത്തെ സൈഡിലാണ് വെച്ച് നോക്കിയത്. അവിടെ ഉണ്ടാക്കാന്ന് കരുതി അവിടെ നമ്മൾ കുറച്ച് കൊണ്ട് വെച്ച് നോക്കി. അപ്പോൾ കുറച്ചുകൂടെ അടുത്താണെന്നുണ്ടെങ്കിൽ അത്രയും ദൂരം നമുക്കിതെല്ലാം കൊണ്ട് പോകണ്ടല്ലോ എന്നോർത്ത് ഇങ്ങോട്ട് നീക്കി അല്ലേ. ആക്ച്വലി എന്താ നമ്മുടെ പ്രശ്നം എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. കൺഫ്യൂഷനാണ് മൊത്തത്തിൽ. പല കാരണങ്ങളും കൊണ്ട് നമ്മൾ കുറച്ച് മൈൻഡ് കുറച്ച് ഇതാണ് ഈ പ്രാവശ്യം നമ്മുടെ അല്ലേ. അതായത് നമ്മുടെ പേഴ്സണൽ ഫാമിലി പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മൈൻഡ് ഓൾറെഡി എല്ലാവരുടെയും കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കൺഫ്യൂഷന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വരാറില്ല അല്ലേ. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഭയങ്കര മൈൻഡ് കുറച്ച് ഡിസ്റ്റർബാണ്. എന്തായാലും നമുക്ക് ചെയ്യാം. അതെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മൾ ബേസ് ലെയർ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ഉറപ്പിച്ച് വെക്കണം. ഇതിന്റെ മുകളിലോട്ടാണല്ലോ ബാക്കിയെല്ലാം നമ്മൾ കെട്ടിപ്പൊക്കുന്നത്. അപ്പോൾ താഴെ നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇങ്ങനെ റൗണ്ടിൽ ചെയ്തെടുക്കുമ്പോൾ കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഇഗ്ലൂ ഇല്ലേ, അതിന്റെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നില്ലേ. പക്ഷെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ലുക്ക് മാറും. കാറ്റടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തണുക്കും. അപ്പോൾ ഏവക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അകത്ത് കയറിപ്പോയി. വിനോദ് അതിൻ്റെ ഇടയ്ക്ക് എണ്ണാൻ പോയി. ഇടയ്ക്കിടയ്ക്ക് കൈവിട്ട് പോകും. പിന്നെ നമ്മുടെ കളറാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം എന്തോ ഇത്രയും നമ്മൾ കെയർ ചെയ്ത് എടുത്തിട്ടും എല്ലാ പ്രാവശ്യം നമ്മൾ ചുമ്മാ വെറുതെ വാരി വലിച്ചങ്ങിടുന്നേ അല്ലേ. പക്ഷെ നല്ല കളറാക്കി. ഈ പ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തെടുത്തിട്ട് കളറ് അന്നേരം ഒഴിച്ചപ്പോൾ നല്ല കളറായിരുന്നു. പക്ഷേ എല്ലാം റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ മങ്ങിപ്പോയ പോലത്തെ ഒരു ഫീല്. എന്താണെന്നറിയത്തില്ല അതങ്ങനെ പറ്റിയത്. കണ്ടോ, കാറ്റടിച്ചിട്ട് സ്നോ ഇങ്ങനെ ചിലതിനൊക്കെ ഉണ്ട്, ചിലതിനൊന്നും ഇല്ല. ചിലപ്പോൾ രാത്രിയിലൊക്കെ വെച്ചതേ നമ്മൾ കളർ മനസ്സിലാകാതെ കലക്കിയിട്ട് അതെ. ഈ എന്ത് രസം നോക്കി, ആ മരത്തിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ടോ. വാ, നല്ല ഭംഗിയിൽ ഇങ്ങനെ വീഴുന്നു. കുഴപ്പമില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ, കൂടുതൽ നമുക്ക് ലുക്ക് കിട്ടുന്നിടത്ത് നല്ല കളർ വെക്കാം. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർ ഇല്ലാതെ വെച്ചിട്ട് ഇടയ്ക്ക് ഒരു ബ്രൈറ്റ് കളർ കൊടുക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പോയി, പകലുറക്കം. അപ്പം കുറേ നേരം ഇവിടെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ട് അവൾ. ഇനി കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യാം. അത് കഴിയുമ്പോൾ പിന്നെ അവളും വരും. അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് കരുതുന്നു അല്ലേ. കുറച്ചൊക്കെ ഓക്കെ. പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുറച്ച് ടൈം കൊടുക്കണം ഒന്ന് സ്ട്രോങ് ആകാൻ. എന്നാലും ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വരുമ്പോൾ അടുത്തിടം സ്ട്രോങ് ആവും. അപ്പോൾ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ബ്രിക്സുകൾ എടുത്ത് വിനോദിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ട് കൊടുക്കും. വിനോദ് അത് വെച്ച് പോകും. പിന്നെ നമുക്ക് സ്നോ കുഴയ്ക്കാനായിട്ടുള്ള സ്നോ ഒക്കെ എടുത്ത് കുഴച്ച് കൊടുക്കണം, വെള്ളം എടുക്കണം. അപ്പം മൈക്കാടിൻ്റെ പണിയാണ് എനിക്ക്. അങ്ങനെ ബേസ് ലെയർ റെഡിയാക്കിയതൊന്നും പറയാൻ പറ്റുന്നില്ല, നാക്ക് കുഴയുന്നു. ബേസ് ലെയർ റെഡിയാക്കിയിട്ടുണ്ട്. പറയുമ്പോൾ എല്ലാം തെറ്റിപ്പോവാണ്. അപ്പം കണ്ടില്ലേ, നല്ല അടിപൊളി റൗണ്ട്. ഇനി ഇത് കെട്ടി മുകളിലോട്ട് കൊണ്ടുവരണം. മുകളിൽ കൊണ്ടുവന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഗ്ലൂ ആണെന്ന് തോന്നും. ഞങ്ങൾക്ക് അറിയത്തില്ല അവസാനം എന്തോ ആവും. വെതറുമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ശരിക്കും നല്ല തണുപ്പാണ്. നമ്മൾ ഈ ടെമ്പറേച്ചറുമായിട്ട് ഇങ്ങനെ വെളിയിൽ നിന്ന് നമ്മുടെ കൈയെല്ലാം തണുത്ത് നമ്മൾ ഈ ഇപ്പൊ കണ്ടില്ല, എന്റെ ഗ്ലൗസ് കണ്ടോ, മരം പോലെ ആയിരിക്കും. അതിന് അകത്തോണ്ട് വെച്ച് ഇത് കണ്ടത് ഇവിടെ സിമ്പിൾസ് തന്നെ ഉണ്ട്. വാട്ടർ പ്രൂഫും ആണ്, സ്നോ
എല്ലാം വാങ്ങാത്തലിയാണ്. പക്ഷെ ഒരു കാര്യമില്ല. അതെ, എന്തായാലും നമുക്ക് അകത്ത് വന്ന് വാമായിട്ട് വന്നിട്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മുടെ ഇത് കണ്ടില്ലേ, നമ്മുടെ വിരലുകളുണ്ടല്ലോ, അതെല്ലാം തണുക്കും. ഈ വിരലുകളെല്ലാം തണുക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നില്ല, നമ്മള് മടുക്കും, നമുക്ക് പെട്ടെന്ന് മടുക്കും. അങ്ങനെ നമ്മൾ അകത്ത് കയറി പോകും. ഈ ഇത്രയും തണുപ്പെന്ന് പറഞ്ഞാൽ ഫൺ ആവത്തില്ല ശരിക്കും, അല്ലേ? ഇപ്പൊ ഇത്രയും തണുപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം ചെയ്ത് തീർക്കാൻ പറ്റും, അല്ലേ? കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തണുപ്പ് കുറച്ച് കുറവുള്ളതാണ്. 15 ഒക്കെ ആണെങ്കിലും ഓക്കെ ആയിരിക്കും, അല്ലേ? 15-16. പക്ഷെ ഇപ്പൊ 20-ന് മുകളിലുണ്ട്, ഭയങ്കര പാടാണ്. അതെ, ഇന്ന് വിൻഡും കൂടെ ആണ്. നല്ല കാറ്റുണ്ട്, കാറ്റുണ്ട്. ഫീൽസ് ലൈക്ക് അതിൽ കൂടും. നല്ല തണുപ്പാണ്. അത് നമുക്ക് അകത്ത് കയറിയിട്ട് വരാം. എന്റെ ഗ്ലൗസ് അല്ലെന്നുണ്ട്. ഇതേ ഒരാൾ ഉറക്കം എണീറ്റ് വന്നു. എന്താ ഉറക്കം കഴിഞ്ഞു. അങ്ങനെ ദേ ഏവക്കുട്ടി ഞങ്ങളോട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടല്ലോ. ശരിക്കും ലേറ്റായിപ്പോയി അല്ലേ? നല്ല രീതിയിൽ ലേറ്റായിപ്പോയി. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ തണുത്തിട്ട് ടങ് സ്ലിപ്പാകാൻ തുടങ്ങി. അപ്പോൾ എന്താ ഫസ്റ്റ് ലെയർ മാത്രമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പം ഇനി ബാക്കി നമ്മൾ വെക്കണം. അറിയത്തില്ല, കളറുകൾക്കൊന്നും അങ്ങോട്ടൊരു ഭംഗി കിട്ടിയില്ല. വേറെ കളറായി പോയതുണ്ടാന്ന് തോന്നേ. കളർ നമ്മൾ വേറെ യൂസ് ചെയ്തത്. കണ്ടപ്പം നല്ല ഇതായിട്ട് തോന്നിയെങ്കിലും എല്ലാം ഒന്നും കാണുന്നില്ല, ഒന്നും തിരിച്ചറിയുന്നില്ല. ബ്ലൂവും യെല്ലോയും പിന്നെ ചെറിയായിട്ട് റെഡിന് പോലും അത്രയ്ക്ക് സ്ട്രോങ് കളറില്ല. അപ്പൊ ഇതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ചൊക്കെ ഉണ്ട്. ശരി, എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ പ്രാവശ്യത്തെക്കാളും ഈ പ്രാവശ്യമായിരുന്നു നമ്മൾ ബ്രിക്ക് നല്ല രീതിയിൽ കെയർ ചെയ്ത് ഇട്ട് മൂടിയൊക്കെ ഇട്ടെടുത്തത്. പക്ഷേ ബ്രിക്സിന് കളറില്ല, എവിടെ പോയി എന്നറിയത്തില്ല. ഇത് കാണാൻ ഭംഗിയില്ല എന്നല്ല, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എങ്കിലും ആ കളർ എവിടെ പോയി കാണും. നമ്മൾ അത്രയും ആ കളർ അതിനകത്ത് ആഡ് ചെയ്തതുമാണ്. അപ്പോൾ നല്ല തണുപ്പാണ്. ഇതാ നോക്കി, എൻ്റെ മൂത്തോട്ടൊക്കെ നോക്കി, എല്ലാം ഫ്രീസ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏവ അവിടെ നിന്ന് കളിക്കുന്ന ശാരി ഇതേ നമ്മുടെ ഹോം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് എന്ത് മോഡലാണ്, ഇഗ്ലു ആണോ ഒന്നും പറയാറായിട്ടില്ല, അല്ലേ? പറയാൻ പറ്റത്തില്ല. അതെ, അവസാനം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇഗ്ലു ഹോം ആക്കണോ അതോ വേറെ എന്തെങ്കിലും ഡിസൈൻ ആക്കണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താണ് ഹൗസ് പോലെയാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം റൗണ്ട് ആക്കിയിട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്നാണ്. ഞങ്ങൾ വേറെ കുറെ പ്ലാൻ ചെയ്തതാണ്, പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. പല പ്ലാനുകളും പാളിപ്പോയി. ഒരെണ്ണം ഉണ്ടാക്കാൻ ശ്രമിച്ചു, എന്നിട്ടത് പാളി. ചിലത് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പല കാരണങ്ങളാല്. അതുകൊണ്ടില്ല, അവിടെ നോക്ക്, ഞങ്ങൾ കുറെ പൊട്ടിച്ച് കളഞ്ഞാണ്. പിന്നെ നമ്മൾ അത്രയ്ക്ക് പ്ലാൻ ചെയ്തില്ല അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നുള്ളൊരു എന്താണ് ശാരിയുടെയും എൻ്റെ കൂടെ ഒരു ക്വിക്ക് ഡിസിഷൻ ആയിരുന്നു അതിലേക്ക് പോകാന്ന്. പക്ഷെ അത് ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കിയോണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ സംസാരിക്കാനൊന്നും വയ്യ. എന്തായാലും നമുക്ക് പണി ചെയ്യാം, പടപടാന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ അതേ മേശരി ദേ കട്ടകൾ അടുക്കി വെക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും കളർ ഇപ്രാവശ്യം കുറവാണ്. വളരെ കുറവാണ്. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ മോശം കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വാങ്ങിച്ചത്. കളർ സെലക്ഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ പക്ഷെ അത് വെള്ളം ഒഴിച്ചൊക്കെ വെക്കുമ്പോഴത്തേക്ക് എന്തോ രസമായിരുന്നു, അല്ലേ? അന്ന് ഫ്രോസൺ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കളർ എല്ലാം ഞങ്ങളാണെങ്കിൽ എന്തൊക്കെ ഡിഫറെന്റ് കളർ ആഡ് ചെയ്തത് എല്ലാം കരുതിയതാ. പക്ഷെ ഒന്നും നടന്നില്ല, പറയാൻ പറ്റത്തില്ല. അപ്പൊ ഫൈനൽ ആയി കഴിഞ്ഞാല് അതെ. അപ്പൊ ഞാനാണെങ്കിൽ ഗ്ലൗസ് ഊരിയിട്ടാ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റത്തില്ല. അതെ, ഞാൻ അതുകൊണ്ട് എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ പണിയിലേക്ക് കടക്കുകയാണ്. ഞാൻ പറയായിരുന്നു, എല്ലാരും പറയും ഞാൻ വീഡിയോസിലൊന്നും ജോലിയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നത്. എന്താ ഇങ്ങനെ എന്നെ കാണത്തില്ലല്ലോ വീഡിയോയിൽ ഞാൻ ജോലി ചെയ്യുന്ന. കാരണം ഞാൻ ജോലി ചെയ്യുന്ന വീഡിയോ എടുക്കാൻ ആരും ഇല്ല. ജോലി ചെയ്യുന്നതിനേക്കാളും പാടാണ് വീഡിയോ എടുക്കാൻ, അല്ലേ? അതെ, അല്ല ഞാൻ ചെയ്യുന്നത് കാണാൻ എടുക്കാനേ. ഞാൻ വീഡിയോ എടുക്കും, ജോലി ചെയ്യുമ്പോൾ പിന്നെ ആര് വീഡിയോ എടുക്കും? അതെ, ഏവക്കോട്ടനെ ഇവിടെ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. അവിടെ ഇന്ന് മൂണുണ്ട്, കണ്ടോ നോക്കിയാ, അല്ലേ? മൂണിങ്ങനെ നിൽപ്പുണ്ട്. എന്തോ എടുക്കോടാ പൊന്നാ, തല്ലി പൊട്ടിച്ച് കളയല്ലേ കേട്ടോ. ഇവിടെയാണ് ഞങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത് കളഞ്ഞത്, ഉണ്ടാക്കിയത് കണ്ടില്ലേ? കുറേ എല്ലാം ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. പോട്ടെ, അടുത്ത പ്രാവശ്യം സെറ്റാക്കാം കുറച്ചുകൂടെ. അല്ല, ഇതിൽ സെറ്റാക്കാം, അല്ലേ? അല്ലേ, ഞാൻ ഈ സൈഡിൽ നിന്ന് വെച്ചോട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം വെളിയിലാണ് കൂടുതൽ നമ്മൾ അയച്ചു തരേണ്ടി വരും. പണിതേ അപ്പം ദേ ഇത്രത്തോളം ആയിട്ടുണ്ട്. ഒഴിക്കാൻ പോവാണോ? ഓക്കെ. ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കമ്പൊക്കെ കുത്തി വെച്ചിട്ട് അതിൽ സ്നോയൊക്കെ കയറ്റി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണേ.
അതിൽ കളറൊക്കെ ആഡ് ചെയ്തിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വെളിയിൽ അകത്ത് കയറി പോവും. അപ്പം പിന്നെ ഇപ്പം ഇറങ്ങി വന്നതാണ്. കാരണം തണുക്കല്ലല്ലോ, കുഞ്ഞിന് ഒത്തിരി തണുക്കല്ലേ. നമ്മൾ ജസ്റ്റ് അകത്ത് കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ്. അപ്പോൾ അവൾ തന്നെ പറയും നമുക്ക് പോകണ്ടേ ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വരും. ഡ്രസ്സൊന്നും മാറത്തില്ല അല്ലേ. അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും, എന്നിട്ട് തിരിച്ചു വരും. തുറന്നു തരാം. കുഞ്ഞിന് തണുക്കുന്നുണ്ടോ? ഇല്ലേ? തണുക്കുമ്പോൾ പറയണം കേട്ടോ. ആ ഓക്കെ. തണുപ്പിന്റെ കാഠിന്യമാണെന്നുണ്ടെങ്കിൽ കൂടിക്കൂടി വരുവാണേ. കുഴഞ്ഞല്ലേ, നല്ല തണുപ്പാണ്. ഇത് കണ്ടോ, ഐസ് 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 മീശ ഐസ് താടി എല്ലാം അല്ലേ. ഇത് നോക്കിയേ, ഇതാണെന്നുണ്ടെ എത്രത്തോളം ആയിട്ടുണ്ട്. 3 ലെയർ, 3ാമത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ടേ, കൊള്ളാം. കളേഴ്സൊക്കെ കുറച്ച് വെറൈറ്റിയാ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ റെഡും പിങ്കും ഒക്കെ ആയിരുന്നു തിങ്ങി നിന്നത്. ഈ പ്രാവശ്യം അതില്ല. ഇങ്ങനെ സ്നോ വീഴല്ല, വിൻഡ് കാറ്റടിച്ചിട്ടേ മരത്തേന്നൊക്കെ ഇങ്ങനെ സ്നോ ഇങ്ങനെ വീഴുന്നയാ. അച്ഛനും മോളും കൂടെ പിന്നെ ഇറങ്ങി വന്നിരിക്കുവാണ് അടുത്ത ഒരു ലെയറും കൂടെ വെക്കാനായിട്ട്. ഞാനപ്പോൾ അകത്ത് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർ 4ാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞു അല്ലേ. ഇനി 2 കൂടെ ബാക്കി ഫ്രണ്ടിലത്തെ. വാവ്, എങ്ങനെയുണ്ടാവോ കൂട്ടാ? സൂപ്പർ അല്ലേ. വാ ആ ഉണ്ട്, നല്ല കളറുണ്ട്. കണ്ടപ്പോഴത്തേക്കും ആദ്യം കളറിലെന്ന് തോന്നിയെങ്കിലും ഇപ്പം നല്ല കളറാണ്. ആ എന്താടാ? അങ്ങനെ നമ്മളിതാ ഇത്രത്തോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്തായാലും പോയി കിടന്ന് ഉറങ്ങണം. ബാക്കി പണികളൊക്കെ നമുക്ക് നാളെ ചെയ്യാമെന്നാണ് കരുതുന്നത്. അങ്ങനെ നമ്മുടെ ഇഗ്ലൂ ആണോ ഐസ് വീടാണോ ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല അല്ലേ. അപ്പം നമ്മുടെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പകല് നമ്മളൊന്നും ചെയ്തില്ല, കാരണം തിരക്കായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 3:30-4 മണിയായി അല്ലേ. അപ്പം 4 മണിയാകും പോന്ന്. അപ്പൊ ആ സമയത്താ പണിക്ക് ഇറങ്ങുന്നത്. ഏവക്കുട്ടി ഇവിടെ ആണെങ്കിൽ ഇത് അതെ അവിടെ നിന്ന് കളിക്കുവാ. കട്ടകളൊക്കെ അടുക്കി വെക്കുന്നുണ്ട്. അതെ, എങ്ങനെയുണ്ട് കണ്ടിട്ട്? സൂപ്പറായി വരുന്നുണ്ട്. വാവ്, രസമുണ്ടേ. കുഴപ്പമില്ല. കളർ കുറച്ച് വെറൈറ്റിയാ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇറച്ചു നിൽക്കുന്ന കളറുകളായിരുന്നു. ഇപ്രാവശ്യം അത്ര ഡാർക്ക് അല്ല, മോശമല്ല. എപ്പോഴും ഇങ്ങനെ മാറി മാറി. കുഞ്ഞ ഏതൊക്കെ കളറുകളായതെന്നൊന്ന് പറയാവോ? ഇത് ഏതൊക്കെ കളറാണ് നമ്മൾ വെച്ചേക്കുന്നതെന്ന് പറയാവോ? ഏത്? ആ കെൽത്തൈനൻ, പൂണൈനൻ എന്ന് വെച്ചാൽ റെഡ്, സിനിനൻ ബ്ലൂ, വാൽക്കോയിനൻ വൈറ്റ്. അതെ, കുഞ്ഞ് കളേഴ്സ് എല്ലാം ഫിനിഷിലാ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പം കുറച്ച് റെഡ് എന്നൊക്കെ പറയുമെന്ന് തോന്നല്ലേ. യെല്ലോ നല്ലോണം അറിയത്തില്ല, എന്നാലും കുഞ്ഞ് ഇടയ്ക്കൊക്കെ ചില കളേഴ്സൊക്കെ അറിയാം. ബ്ലൂ ഏതാ പൊന്ന? ബ്ലൂ ഒന്ന് തൊട്ട് കാണിച്ചേ. ബ്ലൂ ഒന്ന് തൊട്ടെ. ബ്ലൂ, യെസ് യെസ്. യെല്ലോ, ഏവക്കൂട്ടനപ്പോ ഇംഗ്ലീഷും അറിയാം, പക്ഷെ അറിയാൻ വയ്യാത്ത ആ ഒരു ഇതേ ഉള്ളു. കുഞ്ഞിനെ അറിയാം, ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവള് പതിയെ പഠിച്ചോളും. ഒട്ടും ധൃതിയില്ല, വളരെ കൊച്ചുകുട്ടിയല്ലേ. ഞങ്ങളപ്പോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏവക്കുട്ടനോട് ചോദിച്ചു നമുക്ക് ഇങ്ങനെ വാൽക്കോയിനെ മാത്രം വെച്ച് ചെയ്താൽ മതിയോ അതോ കളറുള്ള ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് തന്നെ പറഞ്ഞത് കുഞ്ഞിന് ഉള്ളത് മതി, വാരി ഉള്ളത് മതിയെന്ന്, അതായത് കളേഴ്സ് ഉള്ളത് മതിയെന്ന്. ആ അതെ. ആ ഏങ്കലി ചെയ്യട്ടെ എന്നാ ചോദിച്ചത്. ഏങ്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ. അപ്പം ഏങ്കലി ചെയ്യട്ടെ എന്നാ കുഞ്ഞ് ചോദിച്ചത്. വാവ്, നല്ല അടിപൊളി സൂപ്പർ ഏങ്കലിയാണേ, അടിപൊളി. എന്തൊരു സൂപ്പറാ, ഏബെ പോലെ തന്നെ സൂപ്പർ. വാവ് ഏവക്കുട്ടാ, ഇത്ര നല്ലൊരു ഏങ്കലിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു ഏങ്കലിയെ കാണുന്നത്. അച്ഛൻ കണ്ടിട്ടുണ്ടോ? അച്ഛൻ കണ്ടിട്ടില്ല. കണ്ടോ, അത്രയ്ക്ക് സൂപ്പറാ. വാവ്, അടിപൊളി, അമേസിങ്. അപ്പം സ്നോയും വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്, കണ്ടില്ലേ? കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം ഇതാ കൂടി വരുന്നുണ്ട്. അപ്പം സ്നോയിങ്ങും തുടങ്ങി, നല്ല തണുപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും
സ്നോ വീഴണ്ടെന്നാണ് വിനോദ് പറയുന്നത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ വീഴാതിരിക്കത്തില്ലല്ലോ, സ്നോ വീഴും. വാവ്, പിന്നെയും പിന്നെ സ്നോ ഏഞ്ചൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക കുഞ്ഞ്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതാ അവിടെ എന്താ പല്ലയാണോ അത്? വാവ്, അടിപൊളി. മേത്ത് വീണാ തണുക്കും. ഷേപ്പുള്ള സ്നോയാ വീഴുന്നത് കേട്ടോ, നല്ല കറക്റ്റ്. സൂമായിട്ട് ഫോക്കസ് ആയി പറഞ്ഞെങ്കിൽ ഒരു ഇച്ചിരി പാടാ. അതുണ്ടോ ഇയാളുടെ ഇതിൽ അങ്ങോട്ട് അറിയത്തില്ല. കാരണം ഇത്ര നല്ല തണുപ്പുള്ള സമയത്ത് വീഴുന്ന സ്നോയ്ക്കാണെങ്കിൽ നല്ല ഷേപ്പ് ആയിരിക്കും. നമ്മളോടാണെങ്കിൽ ആരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടിട്ടില്ല, കാശ്മീരിലൊക്കെ സ്നോ വീഴുന്നുണ്ട് പക്ഷെ കണ്ടിട്ടില്ല, ഇങ്ങനെ സ്നോയുടെ ഷേപ്പ് കണ്ടിട്ടില്ലാന്ന്. അപ്പൊ എല്ലായിടത്തും ഒരുപോലെ വീഴത്തില്ല, ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. നല്ലതായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല തണുപ്പ് കാരണം. അതെ, ഇവിടെ എപ്പോഴും വീഴത്തില്ല. വീഴുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കും, എപ്പോൾ വീണാലും നോക്കും എന്നുള്ളതാണ്. വളരെ കുഞ്ഞായിട്ടൊരെണ്ണം വീണ കണ്ടതോ, അതിന് വരെ ഷേപ്പ് ഉണ്ട് കണ്ടോ. വാവ്, രസമുണ്ടേ, നോക്കി, അടിപൊളി, നല്ല വീട്. ഇതിനകത്തൊന്ന് കയറി നോക്കട്ടെ ഞാനേ, നല്ല വലിപ്പമുണ്ടേ, നോക്കി. ഓ അതെ, നല്ല വലിപ്പം കണ്ടോ. ആദ്യം നമ്മൾ ഇതിനേക്കാളും വലിയ റൗണ്ട് എടുത്തത്. അതെ, ഇതിനെക്കാട്ടി വലുതായിരുന്നു. അങ്ങനെയാണെങ്കിൽ കട്ട കുറെ വേണ്ടി വന്നേനെ. ഇത് തന്നെ എന്തൊരു വലുപ്പോ, കഴിഞ്ഞ വർഷത്തിലേക്ക് ഒത്തിരി വലുതാണേ. ഇതിനകത്തത് കണ്ടില്ലേ, ഉള്ളളവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുറമേ നോക്കുന്നതിനെക്കാട്ടിലും. വാവ്, കളേഴ്സ് ഒക്കെ പോവാതെ ഇങ്ങനെ അങ്ങ് നിന്നാ മതിയായിരുന്നു അല്ലേ. വരുന്നില്ല, അത് ഫ്രോസൺ ആയി പോയി കാണും. ജ്യൂസ് എടുത്തോണ്ട് വന്ന് വെളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രോസൺ ആവത്തില്ലയോ. തട്ടിക്കളഞ്ഞ താഴെ പോവോ? താഴെ പോയോ? എന്താ ഉദ്ദേശിച്ചേ? ഞാൻ കണ്ടില്ല അവിടെ ഇരിക്കുന്നത്, ഞാൻ കണ്ടില്ല, ഞാനല്ല തട്ടിക്കളഞ്ഞ. ഏവ അകത്തുകൊണ്ട് വെച്ചിട്ട് വാ, അപ്പം ഡീഫ്രോസ്റ്റ് ആയി കിട്ടും. ഏവയുടെ ജ്യൂസ് വേണ്ടേ? അറിയത്തില്ല, കിട്ടുന്നില്ലെന്നാ പറയുന്നേ. കുടിക്കാൻ കിട്ടുന്നുണ്ടോ? ആ, ഇപ്പൊ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഐസ് ആവുന്നുണ്ടല്ലോ. ഇപ്പൊ ഇയാൾ ഇച്ചിരി വെള്ളം കൊണ്ട് വെച്ചേ. ആ, അപ്പൊ പിന്നെ ആവത്തില്ലേ അത്. സ്ട്രോയ്ക്കകത്തൊക്കെ പെട്ടെന്ന് അങ്ങ് ഇത് ഐസായി പോകും. സ്ട്രോ കടിച്ചു തിന്നാതെ. ആ, അത് ഊറി കുടിക്കാനുള്ളതല്ലേ അത്. കടിച്ചു തിന്നു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ലല്ലോ അതിൽ കൂടെ. വരുമെങ്കിൽ വരട്ടെ. ഇല്ല, പഠിച്ചില്ല, ഇതുവരെയും പഠിച്ചിട്ടില്ല. പക്ഷെ സ്ട്രോ വെച്ച് കുടിക്കാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല. അതെ, ആണ്ടോ തെറിച്ച് വീണോ? ഇതാ അടിപൊളിയായി വരുന്നില്ലേ. ഇപ്പൊ ഏകദേശം നമ്മൾ എത്ര കട്ട പൊക്കം വെച്ചു? 5 കട്ടയോ? 5 കട്ടയായില്ലേ? 5 കട്ട. 1 2 3 4 5. ആ, 5 കട്ട പൊക്കമായി ഇപ്പം. ഓഹോ, സംസാരിക്കാൻ വരുന്നില്ല. ചുണ്ടൊക്കെ 5 കട്ട പറയാൻ ചുണ്ട് ഇങ്ങനെ വരുന്നില്ല തിരിച്ചങ്ങോട്ട്. വാവ്, സൂപ്പറായി വരുന്നുണ്ട്. വാവ് പറയുന്ന ഇവിടെ ആളുണ്ട്. അതൊക്കെയാ ഫൈൻ. ആ, ഏവക്കുട്ടിയാണെങ്കിൽ തണുക്കുന്നെന്ന് പറഞ്ഞേ. എന്നിട്ട് പെട്ടെന്ന് അകത്തോട്ട് കയറിയിട്ട് അവിടെ നിന്ന് നടന്നിട്ട് ഒരു ഐസ്ക്രീം എടുത്തോണ്ട് വന്ന് വെളി വന്നിട്ട് തിന്നുവാ. വല്ലാത്ത ജാതി കള്ളിയാണോ ഇവള്? സൂപ്പറാ അല്ലേ? ഐസ് ആയി കിടക്കുമ്പോ സൂപ്പറാന്ന് എങ്ങനെ പറയും? ഒരു ഓറഞ്ച് യെല്ലോയാ മുന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ ബ്ലൂ തന്നെ പിന്നെയും വന്നു. 2 ബ്ലൂവാ, പക്ഷെ അത് ലുക്ക് ലൈക്ക് അതുപോലെ ഉണ്ട്. അതെ അതെ അതെ, ഒരു യെല്ലോ വെച്ചാൽ നല്ലതായിരുന്നു. നമ്മളിവിടെ ഐസ് വീട് ഉണ്ടാക്കുന്നത് ഏവക്കൂട്ട എന്താ കൊടും തണുപ്പിൽ ഐസ്ക്രീം തിന്നുന്നു. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രാന്താണ്. എന്തായാലും നമ്മുടെ ഐസ് ഹോം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ശരിക്കും എന്താ ഇങ്ങനെ കെട്ടി വരുമ്പോഴത്തേക്ക് കളേഴ്സ് ഇങ്ങനെ നല്ല ബ്രൈറ്റ് ആയി തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. വാവ്, എന്തൊരു അടിപൊളിയാന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ 6 വരിയായെന്ന് തോന്നുന്നു അല്ലേ? 6 വരി പൊക്കമായി, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കാണത്തൊന്നുമില്ല, ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത്.
അത്രയ്ക്ക് ഹൈറ്റായി. സെറ്റായി വരുന്നുണ്ട്. കളറും എല്ലാം സെറ്റായി വരുന്നുണ്ട്. ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പൊളിയായി. അതെ, അകത്ത് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എല്ലാ കളറും നമുക്കിങ്ങനെ എടുത്തറിയാൻ പറ്റും. മുകളിലോട്ടുള്ള കാര്യമാണ് ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതെ, അത് റിസ്ക് ആണ്. നല്ല അടിപൊളി കളറാണ് ഇപ്പൊ കണ്ടിട്ട്. പിന്നെ ബ്രിക്സ് വലിയ ബ്രിക്സ് ആയതുകൊണ്ടേ അതെ. ഓപ്പൺ സ്പോട്ട് അടുക്കി വെച്ചിരുന്ന പോലെ തന്നെയുണ്ട്. ഉണ്ടോ? സൂപ്പർ ആവുന്നുണ്ട്. അതിനിടയ്ക്ക് അന്നേ ഫാമിലിയൊക്കെ വന്നിട്ട് ഏവക്കുട്ടനെ കൊണ്ടുപോയി. എന്നാ നോക്കിക്കേ, -20 ഫീൽസ് ലൈക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മള് നമ്മുടെ കഠിനമായ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ റൂഫ് നല്ല തണുപ്പാണ്. അപ്പൊ ഈ ഒരു തണുപ്പിൽ തന്നെ നമ്മുടെ റൂഫിന്റെ കർവ് ഇങ്ങനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫിക്സ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാക്കി പണികളൊക്കെ നമുക്ക് നാളെ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി. അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.